അജ്ഞാനി ക്ലേശിക്കുന്നത് അജ്ഞാനത്താലാണ്. അവർക്ക് ധ്രുവത്വം കാണാനാവില്ല. എല്ലാ സംയോഗവും ഒരു വിയോഗമായി തീരാനാണ് ഇടയുള്ളതെന്ന് അവർക്ക് കാണാനാവുമെങ്കിൽ അവർ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല. നിങ്ങൾ കൂടിച്ചേരലിലും സന്തോഷവാനല്ല, വേർപാടിലും സന്തോഷവാനല്ല എങ്കിൽ നിങ്ങൾ രണ്ടിനെയും അതിവർത്തിച്ചിരിക്കും. അപ്പോൾ കൂടിച്ചേരലും വേർപാടും വിളിക്കാനാവാത്ത ഒരു ബന്ധം വളരുന്നു. ആ ബന്ധം നിത്യമായിരിക്കാനാണ് ഇടയുള്ളത്. കൂടിച്ചേരൽ വേർപാടിനെ ഉൾക്കൊള്ളുന്നു, ജനനം മരണത്തെ ഉൾക്കൊള്ളുന്നു. എതിർധ്രുവത്തെക്കുറിച്ച് ബോധവാനായിരിക്കുക. അത് നിങ്ങളെ ഒരു സാക്ഷിയായി തീരാൻ സഹായിക്കും. സന്തോഷവും ക്ലേശവും ഒന്നുപോലെയായിത്തീരുന്ന നിമിഷം വരും. സന്തോഷം വരുമ്പോൾ അതിനുള്ളിൽ നിഗൂഢമായ ദുഃഖത്തെ അന്വേഷിക്കുക. ദുഃഖം വരുമ്പോൾ നിഗൂഢമായ സന്തോഷത്തെ അന്വേഷിക്കുക. സന്തോഷവും ദുഃഖവും രണ്ടു വസ്തുക്കളല്ല, ഒരു നാണയത്തിന്റെ രണ്ടു പുറങ്ങളാണ്. ദൃശ്യമായ പുറത്തെ ആവശ്യത്തിലേറെ വിശ്വസിക്കരുത്.